ഞാൻ ഈ അഭംഗിയിലാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തിരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായിരുന്നു എന്ന് കരുതുക. പിണറായി വിജയനാണ് രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത് എന്ന് കരുതുക. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശ ചുമതലയുണ്ടായിരുന്ന അഭിഭാഷകനായ ജാജു ബാബുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ AG ആയിട്ട് നിയമിക്കുന്നുവെന്ന് കരുതുക. നമ്മൾ ഇതിനെ അഭംഗി എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? ഒരു ഔചിത്യക്കുറവ് എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിലെ ADGP ആയ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന വലിയ നരേറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാ. അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനത്തിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ ചർച്ചയാകുമ്പോൾ നമ്മൾ അതിനെ അഭംഗി എന്ന് ലഘൂകരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് അഭംഗിയല്ല, അത് ഔചിത്യക്കുറവുണ്ടതിന് പിന്നിൽ. പിന്നെ മാത്രമല്ല, നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ ഒരുമിച്ച് വെച്ചാൽ വലിയൊരു സംശയത്തിന്റെ പുകമറ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിയമനങ്ങൾ വളരെ തിടുക്കപ്പെട്ട് നടത്തുന്ന സമയത്ത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് കൂടി മറുപടി പറയാൻ അത് നടത്തുന്നവർ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം എന്താ? മറുപക്ഷത്ത് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത് പിണറായി വിജയനെ എങ്ങനെയാ സംഖ്യപട്ടം ചാർത്തിക്കൊടുത്തത്? വെള്ളാപ്പള്ളിയുടെ പേരിൽ, ഈ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയതിന്റെ പേരിൽ അജിത് കുമാറിന്റെ ചുമലിൽ ചാരിയാണ് പിണറായി വിജയനെ അടിക്കാൻ പോയത്. നോക്കൂ, അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് തന്നെ വിശദീകരിക്കാൻ പറ്റാത്ത വിധം കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. 4-5 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാം. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കുമ്പോഴല്ല, ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പസിൽ കോളത്തിൽ ഇത് കൃത്യമായി വന്ന് വീഴുന്നു എന്നുള്ളതാണ്. ഇത് എവിടെയാണ് തുടങ്ങുന്നത്? യഥാർത്ഥത്തിൽ മെയ് 1-ാം തീയതി മുഖ്യമന്ത്രിയാകുന്നതിനും തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്നതിന് മുമ്പ് സഫ്രോൺ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ VD സതീശൻ മംഗളൂരുവിലേക്ക് പോകുന്നു. അവിടെ വെച്ച് NDAയുടെ ഘടകകക്ഷിയായ JDSന്റെ നേതാവ് കോൺഗ്രസിൽ നിന്ന് JDSലേക്ക് എത്തിയ മൊഹിയുദ്ദീനെ കാണുന്നു. അവിടെയുള്ള JDSന്റെ തന്നെ BJP സഹായത്തോടു കൂടി MLC ആയ BM ഫറൂഖിനെ കാണുന്നു. എന്തിനാണ് NDAയുടെ ഘടകകക്ഷി നേതാക്കളെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗളൂരുവിൽ പോയി കണ്ടത്? അന്ന് എന്തിനാണ് അദാനിയുടെ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ നേരിട്ട് ഈ VD സതീശൻ കാണുന്നത്? തൃപ്തികരമായ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. ഈ നിമിഷം പോലും അതിനുള്ളൊരു തൃപ്തികരമായ വിശദീകരണം മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുകയാണ് NDAയുടെ ഘടകകക്ഷിയായ JDSന്റെ നേതാവിനെ. നോക്കൂ, ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാ വിശദീകരിക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മെയ് 1-ാം തീയതി അദാനിയുടെ ഈ കോർഡിനേറ്ററെ കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാ വ്യാഖ്യാനിക്കുക? എങ്ങനെയാണ് NDAയുടെ ഘടകകക്ഷിയായ JDSനെ നിങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിക്കുക? അങ്ങനെയാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ആദ്യത്തെ സംഭവമായിട്ടത് മാറി. തൃപ്തികരമായ വിശദീകരണം ഈ നിമിഷവും വന്നിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, റിസൾട്ട് വന്നു കഴിഞ്ഞ് മന്ത്രി ലിസ്റ്റുമായിട്ട് നേരെ ലോക് ഭവനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ ഈ ഹരിയസ് കർത്തായെ ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യമുണ്ട്. ഇവിടെയും നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിയസ് കർത്തയെ ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യം എങ്ങനെയായിരിക്കും കേരളത്തിൽ വ്യാഖ്യാനിക്കുക? എങ്ങനെയായിരിക്കും ഒരു RSSന്റെ അപ്പോയിന്റ്മെന്റ്? ഈ ഹരിയസ് കർത്തയുടെ നിയമനത്തെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ഹരിയസ് കർത്തയെ അതിൽ സർക്കാരിന് ഒരു സേയുമില്ല എന്ന് ഓർമ്മിക്കണം. സർക്കാരിനൊരു സേയുമില്ല. ഗവർണർ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അപ്പടി അംഗീകരിക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴും ഹരിയസ് കർത്തയെ നിയമിച്ച ഇടതുപക്ഷ സർക്കാർ എന്ന് കോൺഗ്രസ് വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതേ ഹരിയസ് കർത്തയെ ലോക് ഭവനിൽ പോയി ചെല്ലുമ്പോൾ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ അതിലും സംശയത്തിന് നിഴലില്ലേ എന്ന് ചോദിച്ചാൽ തള്ളി പറയാൻ പറ്റില്ല. തൃപ്തികരമായ വിശദീകരണമില്ല. വേണമെങ്കിൽ പറയാം, ഞാൻ എല്ലാ നേതാക്കളെയും മുഖ്യമന്ത്രി ആയാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്ന മട്ടിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അതുവരെ MLA സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ ഘട്ടത്തിലും, പറവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും VD സതീശൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ വടശ്ശേരി ദാമോദരൻ മേനൻ സതീശൻ എന്ന് ജാതിവാൽ കൂട്ടിച്ചേർത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളം കേട്ടു. അതിന് എന്താ നൽകിയിരിക്കുന്ന വിശദീകരണം? ഒഴുക്കൻ മറ്റുള്ള വിശദീകരണം. എൻ്റെ അച്ഛനെ ഓർമ്മിച്ചു, എൻ്റെ അമ്മയെ കൂടി ഓർമ്മിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന വൈകാരികമായ മറുപടി. പക്ഷെ നോക്കൂ, അത് കൃത്യമായ സോഷ്യൽ ബാലൻസിങ്ങിനുള്ള ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു എന്നുള്ളത് അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന ഒന്നാണ്. തൻ്റെ അസ്തിത്വം എന്താണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഒരാൾ എപ്പോഴെങ്കിലും താൻ നിർബന്ധിക്കപ്പെടാത്ത പക്ഷം ഒരു ജാതിവാൽ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി തന്നെയാണ് ആ ജാതിവാൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുവരെ ഭംഗിയായി VD സതീശൻ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നയാൾ പെട്ടെന്നൊരു ദിവസം വടശ്ശേരി ദാമോദര മേനൻ സതീശൻ എന്നുപയോഗിക്കുന്നു. നോക്കൂ, നാളിതുവരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതും അദ്ദേഹത്തിന്റെ പത്രങ്ങൾ, അദ്ദേഹം രേഖാമൂലം കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളിലുള്ളതും VD സതീശൻ എന്ന് തന്നെയാണ്. ഇവിടെയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംശയം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു സോഷ്യൽ ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ടാക്ടിക്സ്
ആണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത്. ഇനി നാലാമത്തെ കാര്യം നോക്കൂ. വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ഉണ്ടായതല്ലേ? അതിന്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇവിടെയും ഇതേ ഗവർണർ തന്നെയാണ് അവിടെയും ഇതേപോലെ വന്ദേമാതരം പൂർണ്ണമായി സ്റ്റാൻസ് ചൊല്ലിക്കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരുതലില്ലാതെ പോയത്? അപ്പോഴാണ് തങ്ങൾ അറിയുന്നത് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുക. ഇവിടെയും നിങ്ങൾ ആലോചിക്കണം, ഇത് പറയുന്നത് പിണറായി വിജയനാണെങ്കിൽ എങ്ങനെയാ പറയുക? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ നമ്മൾ കേട്ടു. ഈ പിണറായി വിജയനാണ് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പാടുന്ന ആ സത്യപ്രതിജ്ഞാ വേളയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച? വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിച്ച് ഈ ഹിന്ദുത്വത്തിന് കീഴടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ള നരേറ്റീവ് അല്ലേ വരുന്നത്. എന്നാൽ VD സതീശനാകുമ്പോൾ ഒരു വലിയ പ്രിവിലേജ് ഉണ്ട്. VD സതീശൻ പറയുമ്പോൾ എന്താ? VD സതീശൻ പറയുമ്പോൾ അത് ആ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ലോക്ഭവനാണ് പ്രോട്ടോകോൾ നിയന്ത്രിക്കുന്നത്. ലോക്ഭവനാണ്. മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ ഒരു പാട്ടിന് എത്ര സമയമെന്ന് കൃത്യമായിട്ടുണ്ട്. 2 ഈരടികളെ പാടുള്ളൂ എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ച് നിലവിൽ ഹോം മിനിസ്ട്രിയുടെ ഡയറക്റ്റീവിൽ അത് ഓപ്ഷണൽ മാത്രമായിരിക്കുന്ന ഒരു ദേശീയ ഗീതത്തെ 2 ഈ സ്റ്റാൻസ് മാത്രമേ പാടുള്ളൂ എന്ന പൊളിറ്റിക്കൽ നിലപാടെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇനി ആ സമയത്ത് പാടി ആയിക്കോട്ടെ. അതിനുശേഷം ഒരു വിയോജിപ്പ് കുറിപ്പ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, ഈ മന്ത്രിസഭയിൽ നിന്ന് ഈ ഗവർണർക്ക് പോയോ? എന്തുകൊണ്ട് ഈ ദേശീയ ഗീതം പാടിയതിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു? അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാ. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇതുവരെയും ഈ നിമിഷം വരെയും ഗവർണറോട്, ലോക്ഭവനോട് ഈ സർക്കാരിന്റെ അതൃപ്തി അറിയിച്ചിട്ടില്ല. എന്തേ അതൃപ്തി അറിയിക്കാത്തത്? ഇത് പിണറായി സർക്കാരായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു വിമർശനം വരിക? പോയിന്റ് നമ്പർ 4. പോയിന്റ് നമ്പർ 5 അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അവിടെയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലീഗൽ കൗൺസിലായിരുന്ന ഈ ജാജു ബാബുവിനെ AG ആയിട്ട് നിയമിക്കൽ വരുന്നു. ശരിയാണ്, 2022 ശേഷം അദ്ദേഹം ആ പദവിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാ റിസൈൻ ചെയ്തത്? സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തർക്കം കാരണമാണെന്ന് റിസൈൻ ചെയ്തത്. അതുവരെയും കേരളത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഗവർണറുടെ ലീഗൽ അഡ്വൈസറായിരുന്ന ഒരാളെ ഈ സർക്കാരിന്റെ AG ആയിട്ട് നിയമിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചെയ്തിരുന്നതെങ്കിൽ എങ്ങനെ ആദ്യത്തെ നരേറ്റീവ് ഈ ഫെഡറൽ തത്വങ്ങളെ ബലികഴിപ്പിച്ച് ഗവർണർ സ്ഥാനത്തെ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന് കോൺഗ്രസ് തന്നെ വിമർശിക്കുന്ന ഘട്ടത്തിലല്ലേ ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആവുക എന്നുള്ളൊരു സ്ഥാനമാണ്. അദ്ദേഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊരു ചോദ്യം വരില്ലേ? രജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് പിണറായി വിജയന് വേണ്ടിയാണോ? പിണറായി വിജയൻ വിശദീകരിക്കണം. ഒറ്റ വാചകം പറഞ്ഞു, എനിക്ക് വേണ്ടിയോ ഈ പാർട്ടിക്ക് വേണ്ടിയോ സംസാരിക്കാൻ ഒരു ADGPയും ചുമതലപ്പെടുത്തുന്ന പതിവ് എനിക്കോ എന്റെ പാർട്ടിക്കോ ഇല്ല. വിശദീകരണം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് VD സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി മംഗലാപുരത്ത് ഒരു JDS എന്ന് പറയുന്ന NDA ഘടകകക്ഷി നേതാവിനെ കണ്ട ചുള്ളിക്കമ്പ്. ആ ആരോപണം ചുള്ളിക്കമ്പ്. അതേസമയം മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ അറിയാതെ ആ വിഷയത്തിൽ പിന്നീട് അന്വേഷണം പ്രഖ്യാപിച്ച വിഷയത്തിൽ ADGP സ്വന്തം ആവശ്യത്തിന് RSS നേതാവിനെ പോയി കണ്ട വലിയ ശക്തിയുള്ള വാദം. ഇപ്പൊ റോയ് മാത്യുവിന്റെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? റോയ് മാത്യു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സ്മൃതി ന്യായീകരിക്കോ? കേരളത്തിൽ ഏതെങ്കിലും മനുഷ്യന് ന്യായീകരിക്കോ? ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രമാത്രം വൃത്തികെട്ട പോസ്റ്റാ നമ്മളെല്ലാവരും കണ്ടതല്ലേ? അങ്ങനെ ഒരാളാണോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വരേണ്ടത്? സ്മൃതിക്ക് യോജിക്കാൻ പറ്റുമോ?